വായിച്ചത് 5-ാമത്തെ സങ്കീർത്തനമാണ്. പ്രിയാനീഷ് നേതൃത്വം നൽകിയ വായ്പനിടയായി തീർന്നത്. ആ വാക്യം ഒരിക്കലൂടെ പ്രാർത്ഥനയിൽ പ്രിയ തോമസങ്ങൾ ഉച്ചരിപ്പാനിടയായി തീർന്നു. 7-ാമത്തെ വാക്യം, ഹല്ലേലൂയ. എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു, എവിടെ ദൈവത്തെ ആരാധിക്കുന്നു, എങ്ങനെ ദൈവത്തെ ആരാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു? ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ. നമുക്ക് നമ്മുടെ ഒരു യോഗ്യതയും ആരാധനയുടെ മുമ്പിലില്ല. ഹല്ലേലൂയ. ഒറ്റ റീസണേ ഉള്ളൂ, കൃപയുടെ ബഹുത്വത്താൽ. കൃപ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അർഹിക്കാത്ത ഇടത്ത് പകരുന്ന ദൈവത്തിന് ദാനമാണ്. കൃപയെക്കുറിച്ച് കർത്താനദാസൻ ഇന്നലെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനിരുന്നപ്പോഴും ഇന്ന് രാവിലെയുള്ള ആരാധനയിലും കർത്താനദാസൻ ടിജു പാസ്റ്റർ അതിനെക്കുറിച്ച് പറയാനിടയായി തീർന്നു. അത് വ്യത്യസ്തമായൊരു ചിന്തയിലാണ്. ആ ചിന്തകളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എങ്കിലും നമുക്കറിയാം കൃപയുടെ ബഹുത്വം. ഹല്ലേലൂയ. അർഹിക്കാത്തിടത്ത് പകരുന്ന ദാനം. പ്രൈസ് ദി ലോർഡ്. ആ വലിയ കൃപ നമ്മുടെ മേൽ ലഭിച്ചതോർത്തുനിന്ന് കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. കൃപയുടെ ബഹുത്വത്താൽ നിൻ്റെ ആലയത്തിലേക്ക് ചെന്ന്. നമുക്കറിയാം, പഴയ നിയമം ഒരു കെട്ടിടമായിരുന്നു ആലയം. എന്നാൽ പുതിയ നിയമം 2-3 പേർ കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുന്നിടമാണ് ആലയം, അല്ലെങ്കിൽ നാമാണ് ആലയം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ ആരാധന, ആ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സന്ദേശം, ആരാധനയ്ക്ക് ഒരു സ്ഥലം വേണമെന്നില്ല. നാം തന്നെ ആലയമായതുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് പോകാനൊരാലയമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെ പ്രത്യേക ഒരു സ്ഥലത്ത്, ഹല്ലേലൂയ, ഇന്നത്തെ ഈ യോഗത്തിന് നമ്മൾ സഭായോഗം അല്ലെങ്കിൽ ആരാധനാ യോഗമൊക്കെ പേരിട്ടിട്ടുണ്ടെങ്കിലും ആരാധന ഈ ഞായറാഴ്ച കൊണ്ട് ഒതുങ്ങുന്നതല്ല. നമ്മിൽ തന്നെ ആരാധന ഉയർന്നതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ആരാധിക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ നമുക്ക് നമ്മിൽ ദൈവസാന്നിധ്യത്തോട് ചേർന്ന് ആരാധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്നും നമുക്ക് ഇവിടെയും ആരാധിക്കാൻ പറ്റത്തില്ല. ഈസ് ദി ലോർഡ്. നമ്മിൽ ആരാധന ഉയരുന്ന കൃപയ്ക്കായി സ്തോത്രം. നമ്മെ അവൻ്റെ വിശുദ്ധ ആലയമായി തീർത്തതിനായി ഒന്ന് കരമൊരുത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കാൻ മുൻകൈ എടുത്തവരെല്ലാം ദൈവം കൈകാര്യം ചെയ്യും. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ അത് തന്നെ പറയുന്നു, നാം ആകുന്ന ആലയത്തെ നാം തന്നെ നശിപ്പിച്ചാൽ അത് നമുക്ക് അനുഗ്രഹമായിരിക്കില്ല. ഞാൻ വിടുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ആരാധിക്കണം? നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ. നോക്കുന്നത് മന്ദിരത്തിലേക്കാണെങ്കിലും സ്തോത്രം, മന്ദിരത്തോടുള്ള ഭക്തിയല്ല, ദൈവത്തോടുള്ള ഭക്തി. അങ്ങനെ ലോക മനുഷ്യനിലെ മതമനുഷ്യൻ്റെ ആരാധന എന്നുള്ളത് ആലയത്തോടുള്ള ഭക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് വലിയ ഭക്തിയാണ്. കാരണം അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ ഭക്തിയൊന്നുമില്ല, എന്തും എങ്ങനെയും ഒക്കെ ആവാം. പക്ഷേ നമ്മുടെ ഭക്തി അവങ്കലേക്കുള്ള ഭക്തിയാണ്. ഞാൻ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധന. അതാണ് സത്യ ആരാധന. നാം എത്ര ഹല്ലേലൂയ ഒച്ചയിട്ടാലും, നാം എത്ര സ്തോത്രം പറഞ്ഞാലും, എത്ര ഉച്ചത്തിൽ പാടിയാലും അവങ്കലുള്ള ഭക്തിയോടെ അല്ല ആ സ്തോത്രവും കയ്യടിയും പാട്ടുമെങ്കിൽ അത് സത്യ ആരാധനയായിട്ട് ദൈവം സ്വീകരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. സത്യത്തിലും ആത്മാവിളി ആരാധന അവൻ്റെ കൃപയുടെ ബഹുത്വത്തെ ഓർത്ത് നാമാകുന്ന ആലയത്തിൽ നിന്ന് അവങ്കലുള്ള ഭക്തിയോടെ അവൻ ആരാധിക്കുമ്പോഴാണ് അത് സത്യ ആരാധനയായി മാറുന്നത്. അങ്ങനെ ആരാധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിന് 11-ാമത്തെ വാക്യം, എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവർ എല്ലാവരും സന്തോഷിക്കും, നീ അവരെ പാലിക്കുന്നവർ എപ്പോഴും ആനന്ദിച്ചാർക്കും, നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നെ ഉല്ലസിക്കും. സത്യപൂർണമായി ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ഉണ്ടാകുന്ന 3 അനുഭവങ്ങൾ: സന്തോഷം, ആനന്ദിച്ചാർക്കൽ, ഉല്ലാസം. ഈസ് ദി ലോർഡ്. അതിനെങ്ങനെ ഡിഫൈൻ ചെയ്യുമെന്ന് അറിയില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം. എല്ലാത്തിനും അർത്ഥം ഏതാണ്ട് ഒന്ന് തന്നെയാണെങ്കിലും അതിൽ 3 പദം കൊണ്ടാണ് സങ്കീർത്തകർ അത് വിശേഷിപ്പിച്ചത്. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്ന എല്ലാവരും സന്തോഷിക്കും. ദൈവമക്കൾ, ഈ വാക്ക് അടിയുറച്ച് വിശ്വസിക്കുക. ഞാൻ കർത്താവിൽ ശരണം പ്രാപിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ദുഃഖിക്കുകയല്ല, ഞാൻ തലകുനിച്ച് നടക്കുകയല്ല, ഞാൻ തോൽവി അനുഭവിക്കുകയല്ല. ഞാൻ അവനെ ശരണം പ്രാപിച്ച് മുൻപോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നത് കൊണ്ട്, അതെ, നാം ദൈവത്തിൽ ശരണം പ്രാപിക്കുമ്പോൾ അവൻ നമ്മെ പാലിക്കുന്ന ദൈവമാണ്. അവരെപ്പോഴും ആനന്ദിച്ചാർക്കും. ഹല്ലേലൂയ. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പിറുപിറുക്കേണ്ടി വരികയില്ല. പിറുപിറുക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെ വന്നേക്കാം, പക്ഷേ കർത്താവിൽ ഉല്ലസിക്കാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം പറയുന്നത്, യഹോവേ നീ നീതിമാനെ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ടവനെ മറയ്ക്കും.
ഓ, ഈ ദൈവത്തിനായിട്ടൊന്ന് സ്തോത്രം ചെയ്തേ. ഇന്നയോളം നമ്മെ അനുഗ്രഹിച്ച ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്തേ. നമ്മെ നീതിമാന്മാരെന്ന് പ്രഖ്യാപിച്ച ആ ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്തേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വരെയും തൻ്റെ ദയ കൊണ്ട് നമ്മെ മറച്ച ദൈവത്തെ ഒന്ന് കരമുയർത്തി ഒന്ന് ദൈവത്തിന് 40 നിമിഷം നന്ദി പറഞ്ഞേ. ഷാഥാലാബാർ 40 നിമിഷം നന്ദി പറഞ്ഞേ. ഈ പകൽ വേള നാം എവിടെ ആയിരിക്കും, നമുക്കൊന്നേ പറയാനുള്ളൂ, അവൻ എന്നെ അനുഗ്രഹിച്ചു. എന്താ ഏറ്റവും വലിയ അനുഗ്രഹം? നമ്മുടെ പാപം ക്ഷമിച്ചതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മുടെ ശാപം നീങ്ങിയതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് നമുക്ക് പകരമായി ശിക്ഷാവധി ഏറ്റെടുത്തതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അശുദ്ധരായ നമ്മെ നീതിമാന്മാരെന്ന് പ്രഖ്യാപിച്ചതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അനുഗ്രഹം എന്ന ലോകം പറയുന്ന അനുഗ്രഹത്തിന് അളവുകോലുകളല്ല. അനുഗ്രഹം എന്നുള്ളത് ലംഘനം ക്ഷമിച്ചു പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ആ വലിയ അനുഗ്രഹം നമുക്ക് തന്നതിനായി ഒന്ന് കരങ്ങളെ തട്ടി അന്യഭാഷകളിൽ ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്തേ. ഇന്നുവരെ അവന്റെ പരിചയ കൊണ്ടെന്ന പോലെ സങ്കീർത്തനക്കാരൻ പറയുന്നു, പരിചയേക്കാൾ വലുതാ അവന്റെ ദയ. പരിചയ സംരക്ഷണത്തിലുള്ളതാ, പരിചയ ശത്രുവിന്റെ അസ്ത്രങ്ങളെ തടുക്കാനുള്ളതാ. പക്ഷെ നമുക്ക് പരിചയമല്ല, നമുക്ക് ദയ ദയ ദയ. സങ്കീർത്തനക്കാരൻ രാവിലെ തോറും നിന്റെ ദയ, രാത്രി തോറും നിന്റെ വിശ്വാസം വർണ്ണിക്കുന്നത് എനിക്ക് നല്ലത്. ഒരു ലോകത്തിലൊരു പട്ടാളക്കാരന് പരിചയം എത്രത്തോളം പ്രൊട്ടക്ഷൻ തരുമോ അതിനേക്കാൾ വലുതാണ് ഒരു ദൈവവൈതലിന് ദൈവത്തിൻ്റെ ദയ. ദൈവത്തിൻ്റെ ദയ. ദൈവത്തെ നീ ഒരു സംരക്ഷണ വലയത്തെയല്ല നീ തേടേണ്ടത്, നീ ദൈവത്തിന്റെ ദയക്കകത്ത് മറയുക. അവൻ കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു. ഹല്ലേലൂയ. അവന്റെ ദയ കൊണ്ട് നമ്മെ മറക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് 40 നിമിഷം കരങ്ങളെ തട്ടി ഒന്ന് ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്തേ. അവന്റെ ദയ ഓർത്ത് ഈ സമയം വരെയും അവന്റെ ദയ 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 ദയ. സംഗീതക്കാരൻ പറഞ്ഞു, യാക്കോബിന്റെ ഉത്തരം പറഞ്ഞ് മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവന്റെ ദയ ഉണ്ടാകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. അവൻ നമ്മെ മറച്ചത് കൊണ്ടാണ് നാം ഇന്നിവിടെ കൃപയാൽ 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 ഇവിടെ ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചത്. എല്ലാ ദൈവത്തിന് വലിയ കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. നമുക്കവിടെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തെക്കുറിച്ച് കാണാം, അല്ലാത്ത ആളുകളെക്കുറിച്ച് കാണാം. അല്ലാത്ത ആളുകൾ അവിടെ വായിക്കുന്നത്, അവിടെ വായിൽ നേരില്ല, അന്തരംഗ നാശകൂപമാണ്, തൊണ്ട തുറന്ന ശവക്കുഴിയാണ്, നാവ് കൊണ്ട് മധുരവാക്ക് പറയുന്നു. സ്തോത്രം. പലതും പലതും പോകട്ടെ, നമുക്കതിനെ നോക്കണ്ട. നമുക്ക് അവനെ ശരണം പ്രാപിക്കാം, നമുക്കവനെ സ്നേഹിക്കാം, നമുക്കവൻ്റെ ദയയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. അവനെ കൃപയുടെ ബഹുത്വത്താൽ നമുക്ക് അവങ്ങൾ ഭക്തിയോടെ അവൻ്റെ നാമത്തെ ഉയർത്താം. കർത്താവ് നമ്മെ സഹായിപ്പാനിടയായി തീരട്ടെ. പ്രാർത്ഥനയോടെ നമുക്കാകെ